പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഒരു പ്രവാചകരായിട്ടും തൊട്ടപ്പുറത്തുള്ള കിണറ്റിൽ പൊന്നോമന മകൻ കിടക്കുന്നത് അറിയാതെ പോയി വബിയല്ലത്ത് ഐനാഹു, കണ്ണുകൾ വെളുത്തുപോയ ആ പ്രവാചകന്റെ പ്രാർത്ഥനയാണ് മുടി മുഴുവൻ തലോടിയ പ്രവാചകരുടെ മുടികൾ കയ്യിഴകൾ കൊണ്ടുപോയ ആയിഷ ബീവി പോലും പറഞ്ഞത് എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, റബ്ബിന്റെ രക്ഷ മാത്രമാണ് സമാധാനമുള്ള ഒരു ജീവിതത്തിന് നമുക്ക് അഭികാമ്യം. അതിന് പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങി വരണം. പരിശുദ്ധ ഖുർആൻ ഇന്ന് പാരായണം ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നത് മാറ്റി നിർത്തി മൻസിലുകൾ നമ്മുടെ വീടുകളിൽ, മുസ്ലിം വീടുകൾ പാരായണം ചെയ്യുന്നു. കത്തിച്ചു കളയുന്ന ഗ്രന്ഥമാണത്. ആ പുസ്തകത്തിൽ ഇസ്ലാമിൽ നിന്നും മനുഷ്യന്റെ മനസ്സിനെ മാറ്റി നിർത്തുന്ന അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന ആ വൃത്തികെട്ട പുസ്തകത്തിലേക്ക് ഖുർആൻ മാറ്റിവെച്ച് പണ്ട് മാലകളും മൗലൂദുകളും ഓതിയിരുന്ന പാടിയിരുന്ന സമുദായത്തെ നമ്മൾ ഖുർആനിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ വീണ്ടും അന്ധവിശ്വാസം കടന്നു വരുന്നു. എല്ലാത്തിനും മരുന്നായിട്ട് ഖുർആനിലെ ആയത്തുണ്ടത്രേ. പട്ടിണി മാറാനും പ്രയാസം മാറാനും ഒക്കെ ഖുർആനിലെ ആയത്ത്. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മുഹമ്മദ് നബിയുടെ വീട്ടിൽ രോഗങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി. പ്രവാചകൻ തിരുമേനി ജീവിച്ചിരിക്കുമ്പോൾ 6 മക്കൾ മരണപ്പെട്ടു. ഇതിനൊക്കെ ഖുർആനിൽ പരിഹാരമുണ്ടെങ്കിൽ അതൊക്കെ റസൂലിന്റെ വീട്ടിൽ ലഭ്യമാകുമായിരുന്നു. പക്ഷെ സംഗതികൾ അങ്ങനെയല്ല. ഖുർആനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെയാണോ റബ്ബ് തീരുമാനിച്ചത് ലോകം അതുപോലെ ജീവിക്കും. സ്വർഗം നമുക്ക് ലഭ്യമാകണം നമ്മളുടെ അമല് കൊണ്ട്. അതിന് ഏറ്റവും പ്രധാനമായത് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടലും, മറ്റൊന്ന് നമുക്ക് കിട്ടിയ ഭർത്താവിനോടൊപ്പമുള്ള ജീവിതത്തിൽ സ്ത്രീ തന്റെ സ്വഭാവം നന്മയ്ക്കൊണ്ട് പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇന്നമിൻഹുന്ന, അവരിൽ കൂടുതലായിട്ടുണ്ട്, ഖലീലാത്തു സ്വലാത്ത്, അവർക്ക് നമസ്കാരം കുറവും, കസീറാത്തുൽ അദാ, ധാരാളമായി ഉപദ്രവിക്കുന്ന സ്ത്രീകളും. നരകത്തിൽ പോവാൻ കാരണമായി പറഞ്ഞത് അങ്ങനെയാണ്. നമസ്കാരം കുറവാണ്, ആരാധനകൾ കുറവ്, പക്ഷേ ഉപദ്രവം കൂടുതലാണ്. നോക്കൂ നിങ്ങൾ, റസൂൽ തിരുമേനി പറയുന്നു, അർബഉം മിനൻ നിസാഇ, സ്ത്രീകളിൽ കൂട്ട 4 വിഭാഗം അവർ സ്വർഗ്ഗത്തിലാണ്. ആരാണ് 4 വിഭാഗം സ്ത്രീകൾ? മർഅത്തുൻ, അതിലൊരു പെണ്ണ്, അഫീഫത്തുൻ, അവൾ പതിവ്രതയാണ്, ശാരീരികമായ മാനസികമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവൾ ജീവിക്കുന്നു. ഖാനിത്തത്തുൻ, അവൾ ഒതുക്കമുള്ളവളാണ്, അവൾ അനുസരിക്കുന്നവളാണ്. ഖാനിത്തത്തുൻ, അവൾ ഒതുക്കമുള്ളവളാണ്. കുറഞ്ഞ ചിലവാണെങ്കിൽ പോലും അതിൽ അവൾ അവനസനം കാണിക്കും. ആ സ്ത്രീ സ്വർഗത്തിലാണ്. മർഅത്തുൻ, റസൂൽ തിരുമേനി വീണ്ടും എണ്ണി, മർഅത്തുൻ, മറ്റൊരു പെണ്ണ്. എന്താണ് ആ പെണ്ണിന്റെ സ്വഭാവം? താഇഅത്തുൻ, അവൾ അനുസരിക്കും, ലില്ലാഹി വലി സൗജിഹാ, അല്ലാഹുവിനെ അനുസരിക്കും, ഭർത്താവിനെയും അനുസരിക്കും. സഹോദരങ്ങളെ, എത്ര എളുപ്പമാണ് സ്വർഗം ലഭിക്കാൻ. സൃഷ്ടാവായ നാഥന്റെ കൽപ്പനകൾ അംഗീകരിക്കുക ഇഷ്ടത്തോടുകൂടി. റളീതു ബില്ലാഹി റബ്ബൻ, ബാങ്ക് കേട്ടാൽ ചൊല്ലാൻ പഠിപ്പിച്ചു അല്ലാഹുവിന്റെ റസൂൽ. റളീതു ബില്ലാഹി റബ്ബൻ, ഞാൻ എന്റെ സൃഷ്ടാവായ റബ്ബിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവൻ നൽകി ജീവിതം, അവൻ നൽകി സമ്പത്ത്, അവൻ നൽകി ഭർത്താവ്, അവൻ നൽകി മക്കൾ, അവൻ നൽകി എന്റെ എല്ലാം എനിക്കിഷ്ടമാണ്. ആ വാചകം ചൊല്ലുന്ന മുസ്ലിം, ഇസ്ലാമിനെ എനിക്ക് മതമായി ഇഷ്ടമാണ്, നബിയെ എനിക്ക് പ്രവാചകൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഈമാനിന്റെ രുചി ആസ്വദിച്ചു എന്നാണ്. ആ രീതിയിൽ അവൻ ജീവിച്ചു കഴിഞ്ഞാൽ, അവൾ ജീവിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സ്വർഗമുണ്ട്. മർഅത്തുൻ, ആ പെണ്ണിന്റെ സ്വഭാവം എന്താണ്? അവൾ ത്വാഇഅത്തുൻ ലില്ലാഹി, അല്ലാഹുവിനെ അവൾ അനുസരിക്കും. വസൗജിഹ, അവളുടെ ഭർത്താവിനെയും. ആ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതിൽ നിന്നും സ്ത്രീ ശാക്തീകരണം എന്ന പേര് ചൊല്ലി എതിർക്കുന്ന, അവഹേളിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മുസ്ലിം വനിതകൾ സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും പോയിക്കൂടാ. റസൂൽ തിരുമേനി വീണ്ടും എണ്ണി, മർഅത്തുൻ, മറ്റൊരു പെണ്ണ്, ദാത്തു ഹയ്യിൻ, ലജ്ജയുള്ളവളാണ്. ലജ്ജയുള്ള സ്ത്രീ ആയിരിക്കണമെന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. എന്തിനു വേണ്ടിയുള്ള ലജ്ജ? അവൾ അനുസരണക്കേട് കാണിക്കുന്നതിൽ നിന്നും, ഭർത്താവ് സ്ഥലത്തില്ലെങ്കിലും അവൾ അവളുടെ ശരീരം കാത്തു സൂക്ഷിക്കും. അദ്ദേഹം ഹാജരായില്ല, അവളുടെ നാവിനെ അവൾ കരുതി വെക്കും. വേണ്ടാധീനം പറയാത്ത, വൃത്തികേട് പറയാത്ത, വഷളത്തരം പറയാത്ത ഉത്തമയായ ആ സ്ത്രീ. ഇങ്ങനെ പ്രവാചകൻ തിരുമേനി സ്വഭാവങ്ങളിലും ആരാധനകളിലും ദൈവസ്മരണയിൽ ജീവിക്കുന്ന, ദൈവത്തിന് തണൽ ജീവിക്കുന്ന സ്ത്രീക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. അതേ സ്വർഗമാണ് നാളെ മഹ്ശറയിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന മാലിക് യൗമിദ്ദീൻ, ഖിയാമത്ത് നാൾ ഉടമസ്ഥൻ എന്ന് 17 വട്ടം ആവർത്തിക്കുന്ന ഒരു ദിവസം, 17 വട്ടം ഓർക്കുന്ന ഭയാനകമായ നാളിലെ
ആ തണലിൽ നിന്നും രക്ഷക്കാൻ ആ തണൽ ലഭിക്കുന്ന അള്ളാഹുവിന് തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ എണ്ണിയതും അള്ളാഹുവിനെ ആരാധിക്കുകയും അനുസരിക്കുകയും അള്ളാഹുവിന്റെ വിധിവിലക്കൾ കീഴ്പ്പെട്ടുകൊണ്ട് ആരാധന ചെയ്ത് ജീവിക്കുന്ന സ്ത്രീക്കുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആണാവട്ടെ പെണ്ണാവട്ടെ, സബ്അത്തുൻ 7 വിഭാഗത്തിൽ തണൽ കിട്ടുമെന്ന് പറഞ്ഞതിൽ മുഴുവനും റബ്ബിനെ ആരാധിക്കുന്ന, റബ്ബിന് വേണ്ടി ആരാധന ചെയ്യുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്കാണ് എന്ന്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമരായ ആളുകൾ, വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമരായ ആളുകൾ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളുടെ ഈ പ്രസംഗം അവതരിപ്പിക്കേണ്ട ജമീല ടീച്ചറുടെ ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞ വിവരം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു തആല സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചവൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഭീകരമായ നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. സുന്ദരമായ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وصلى الله وسلم على رسول الأمين آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله. ദൈവവിശ്വാസത്തിന്റെ തണലിൽ പ്രഭാഷണം നിർവഹിച്ച നൂറുന്നിസ നജാത്ത്